പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 29. പ്രധാന വാർത്തകൾ. പ്രകൃതി ദുരന്തങ്ങളെ അടക്കം നേരിടുന്നതിനായി ദുരന്ത നിവാരണ സംവിധാനം മെച്ചപ്പെടുത്താൻ ഒമാൻ ഏകീകൃത സംവിധാനങ്ങളിലൂടെ വരും നാളുകളിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കാനുള്ള നടപടികളാണ് അധികൃതർ സ്വീകരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ബന്ധപ്പെട്ട അധികാരികൾ തമ്മിലുള്ള സംയോജിത ശ്രമങ്ങൾ ഏകോപിപ്പിക്കും. എമർജൻസി മാനേജ്മെന്റ് പ്രധാന കമ്മിറ്റി, ദേശീയ കേന്ദ്രം, ഗവർണറേറ്റുകളിലെ ഉപകമ്മിറ്റികൾ, വിലായത്തുകളിലെ എമർജൻസി കമ്മിറ്റികൾ, പിന്തുണാ മേഖലകൾ എന്നിവയാണ് എമർജൻസി മാനേജ്മെന്റ് സംവിധാനത്തിൽ ഉൾപ്പെടുന്നത്. അടിയന്തര ഘട്ടങ്ങളിലെ തയ്യാറെടുപ്പ് ശ്രമങ്ങൾ, പ്രതികരണം, അടിയന്തര പുനരധിവാസം എന്നിവയ്ക്ക് നിർദ്ദേശം നൽകുന്നത് നാഷണൽ സെന്റർ ഫോർ എമർജൻസി മാനേജ്മെന്റ് ആണെന്ന് നാഷണൽ സെന്റർ ഫോർ എമർജൻസി മാനേജ്മെന്റ് മേധാവി കേണൽ സയ്യിദ് ബിൻ ഹമദ് അൽ ജുനൈബി ഒമാൻ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. അടിയന്തരാവസ്ഥ കൈകാര്യം ചെയ്യുന്നതിനുള്ള ദേശീയ സംവിധാനത്തിന് സർക്കാർ വലിയ ശ്രദ്ധയും പിന്തുണയും നൽകുന്നുണ്ടെന്ന് അൽ ജുനൈബി അഭിപ്രായപ്പെട്ടു. ഇത് കഴിഞ്ഞ വർഷങ്ങളിലുണ്ടായ തീവ്രമായ കാലാവസ്ഥയെ വിജയകരമായി നേരിടാനും അവയുടെ മാനുഷികവും ഭൗതികവുമായ ആഘാതങ്ങൾ ലഘൂകരിക്കാനും സാധിക്കും. റോയൽ എയർഫോഴ്സ് ഒമാൻ അമേരിക്കൻ കമ്പനിയായ ബെൽ ടെക്സ്ട്രോണിൽ നിന്ന് ഹെലികോപ്റ്ററുകൾ വാങ്ങുന്നു. എയർഫോഴ്സിന്റെ ശേഷി ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള വികസന നവീകരണ പദ്ധതികളുടെ ചട്ടക്കൂടിനുള്ളിലാണ് ഈ നീക്കം. ആധുനികവൽക്കരണത്തിന്റെയും വികസനത്തിന്റെയും ആവശ്യകതകൾക്ക് അനുസൃതമായി കാര്യക്ഷമത ഉയർത്തുന്നതിന് പുതിയ വിമാനങ്ങളുടെ സംഭരണം ഗുണം ചെയ്യും. സുപ്രീം കമാൻഡർ സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ കാലഘട്ടത്തിൽ സുൽത്താനേറ്റ് സാക്ഷ്യം വഹിക്കുന്ന സമഗ്ര വികസനത്തെ പിന്തുണയ്ക്കുന്നതിന് ഈ നടപടി കാരണമാകും. പ്രവാസ ജീവിതത്തിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളിൽപ്പെട്ട് കെണിയിൽ വീണുപോകുന്ന ഗാർഹിക തൊഴിലാളികളുടെ വിധേയത്വത്തെയും അതിൽ നിന്ന് സ്വന്തം ഇച്ഛാശക്തിയിൽ അവർ അതിനെ അതിജീവിക്കുകയും ചെയ്യുന്ന സ്ത്രീകളുടെ കഥ പറയുന്ന കെനിഞ്ചൻ ദി ട്രാപ്പർ ഹ്രസ്വ സിനിമയുടെ ചിത്രീകരണത്തിന് മസ്കത്തിൽ തുടക്കമായി. സിനോജ് അംബൂക്കൻ ജോസ് രചനയും സംവിധാനവും നിർവഹിക്കുന്ന സിനിമയുടെ ചിത്രീകരണം ഡോക്ടർ താലിബ് അൽ ബലൂഷി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ജെ രത്നകുമാർ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. നാടക സിനിമാ നടൻ ജോസ് അംബൂക്കനിൽ നിന്നും നിർമ്മാതാവ് സുഭാഷ് കൃഷ്ണൻ സ്ക്രിപ്റ്റ് ഏറ്റുവാങ്ങി. മാധ്യമപ്രവർത്തകനായ ഖബീർ യൂസുഫ്, ട്രേസ്, ഷാഡോ ഉൾപ്പെടെ നിരവധി ചിത്രങ്ങളിലും നാടകങ്ങളിലും വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഇന്ദു ബാബുരാജ്, ജോസ് അംബൂക്കൻ, മുഹമ്മദ് കളത്തിങ്കൽ, ദിനേഷ് കുമാർ എന്നിവരാണ് വിവിധ വേഷങ്ങളിലെത്തുന്നത്. അമിഗോസ് മസ്കത്തിന്റെ നിർമ്മാണത്തിൽ പുരോഗമിക്കുന്ന ചിത്രത്തിന്റെ സഹനിർമ്മാതാവ് സുഭാഷ് കൃഷ്ണനാണ്. സുഹാറിലും നിസ്വ ബർക്ക എന്നിവിടങ്ങളിലുമായി ചിത്രീകരണം നടക്കുന്ന സിനിമയുടെ DOP പ്രണവ് ഐമാജിക് ആണ്. ആഘോഷരാവൊരുക്കാൻ മസ്കത്ത് ഫെസ്റ്റിവൽ വീണ്ടും എത്തുന്നു. പരിപാടിയുടെ നടത്തിപ്പിനായുള്ള വിവിധ ടെൻഡറുകൾ മസ്കത്ത് നഗരസഭ അധികൃതർ ക്ഷണിച്ചു. പരസ്യ സ്ക്രീനുകളുടെ വിതരണം, ഇൻസ്റ്റാളേഷൻ, ഖുറം നാച്ചുറൽ പാർക്ക്, നസീം പാർക്ക്, ആമിറാത്ത് പാർക്ക് എന്നിവിടങ്ങളിലെ തിയേറ്ററുകളുടെ പ്രവർത്തനം, ഇതിന്റെ രൂപകൽപ്പനയും നിർമ്മാണവും എന്നിവയാണ് പ്രധാന ടെൻഡറുകളിൽ ഉൾപ്പെടുന്നത്. കൂടാതെ ഡ്രോൺ ഡിസ്പ്ലേ പ്രവർത്തിപ്പിക്കൽ, വിനോദ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കൽ എന്നിവയ്ക്കും ടെൻഡറുകൾ ലഭ്യമാണ്. താൽപ്പര്യമുള്ള കമ്പനികൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഈ ടെൻഡറിംഗ് വെബ്സൈറ്റ് വഴി ബിഡ് സമർപ്പിക്കണം. ടെൻഡർ ഡോക്യുമെന്റുകൾ വാങ്ങുന്നതിനുള്ള സമയപരിധി അടുത്ത മാസം 17 ആണ്. ബിഡ് സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി സെപ്റ്റംബർ 3 ആണ്. ചരിത്രവും പാരമ്പര്യവും കലകളും ഭക്ഷണവും ആഘോഷിക്കുന്ന ഒമാനിലെ ഏറ്റവും വലിയ സാംസ്കാരിക പരിപാടികളിലൊന്നാണ് മസ്കത്ത് ഫെസ്റ്റിവൽ. ഇന്ത്യയിലെ മികച്ച രുചികൾ ആഘോഷിക്കാൻ പുതിയ പ്രൊമോഷൻ പ്രഖ്യാപിച്ച് രാജ്യത്തെ മുൻനിര ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലയായ ലുലു. ഇന്ത്യൻ എംബസിയുമായി സഹകരിച്ച് പ്രീമിയം ഇന്ത്യൻ ബസ്മതി അരി, മാംസം, മുട്ടയടക്കമുള്ള ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ വലിയ വിലക്കുറവിൽ ലഭ്യമാക്കും. ഇന്ത്യൻ അംബാസഡർ അമിത് നാരംഗ് ബൗഷർ ലുലുവിൽ പ്രൊമോഷൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയും ഒമാനും തമ്മിലുള്ള പുഷ്കലമായ വ്യാപാര സഹകരണത്തിന്റെ ചരിത്രമൂന്നിയ അംബാസഡർ ഇത്തരം സംരംഭങ്ങൾ അത്തരം സഹകരണം പുതിയ തലത്തിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞു. 200-ലേറെ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന കാർഷിക പവർ ഹൗസാണ് ഇന്ത്യ. കാർഷിക, മാംസ, പൗൾട്രി ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന പരമോന്നത സമിതിയായ അപ്പഡെ ഈ പരിപാടിയിൽ സഹകരിക്കുന്നുണ്ട്. ഇതുവഴി 30-ലേറെ പ്രദർശകരുണ്ടാകും. ലുലുവിനെ പ്രശംസിച്ച അദ്ദേഹം ഈ പരിപാടി ഇന്ത്യൻ ഉൽപ്പാദനത്തിന്റെ ശക്തിയെ ഒമാനിലെ ഉപഭോക്താക്കൾക്ക് എത്തിക്കുമെന്നും പറഞ്ഞു. ഉപഭോക്താക്കളുടെ പരാതികളുടെ അടിസ്ഥാനത്തിൽ 5,35,000 റിയാലിലധികം തുക കമ്പനികളിൽ നിന്നും മറ്റും തിരിച്ചുപിടിച്ച് ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം. വർഷത്തിന്റെ ആദ്യ പകുതിയിലെ കണക്കുകളാണ് അധികൃതർ പുറത്തുവിട്ടത്. 8,476 പരാതികൾ ഇക്കാലയളവിൽ ലഭിച്ചു. 878 നിയമലംഘനങ്ങൾ കണ്ടെത്തി.
50,187 പരിശോധനകളാണ് 6 മാസത്തിനിടെ നടന്നത്. ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകളിൽ മധ്യവേനൽ അവധിക്കാലം കഴിഞ്ഞ് ക്ലാസുകൾ ആരംഭിക്കുമ്പോഴും നാട്ടിൽ നിന്ന് മടങ്ങിയെത്തുന്ന പ്രവാസി കുടുംബങ്ങൾക്ക് തിരിച്ചടിയായി ടിക്കറ്റ് നിരക്ക്. കഴിഞ്ഞ മാസങ്ങളിൽ നാടനവർ തിരിച്ചെത്തുന്നത് വർദ്ധിച്ചതോടെ കേരള സെക്ടറുകളിൽ നിന്നും ഒമാനിലേക്കുള്ള ടിക്കറ്റ് നിരക്കും ഉയരുകയാണ്. താരതമ്യേന ഉയർന്ന നിരക്ക് കൊച്ചി മസ്കത്ത്, തിരുവനന്തപുരം മസ്കത്ത് സർവീസുകളിലും കുറഞ്ഞ നിരക്ക് കോഴിക്കോട് മസ്കത്ത്, കണ്ണൂർ മസ്കത്ത് റൂട്ടിലുമാണ്. എന്നാൽ കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം സെക്ടറുകളിൽ നിന്നെല്ലാം സലാലയിലേക്ക് ഉയർന്ന നിരക്ക് ഈടാക്കുന്നുണ്ട്. അടുത്ത ദിവസം കൊച്ചിയിൽ നിന്ന് മസ്കത്തിലേക്ക് 175 റിയാലാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് നിരക്ക്. തിരുവനന്തപുരത്ത് നിന്നുള്ള നിരക്ക് 123 റിയാലാണ്. കണ്ണൂരിൽ നിന്ന് 93 റിയാലും കോഴിക്കോട് നിന്ന് 77 റിയാലുമാണ് ചെലവ് വരുന്നത്. കൊച്ചിയിൽ നിന്ന് സലാലയിലേക്ക് 117 റിയാലും തിരുവനന്തപുരത്ത് നിന്ന് 123 റിയാലും കോഴിക്കോട് നിന്ന് 93 റിയാലുമാണ് ടിക്കറ്റ് നിരക്കുകൾ. മറ്റു വിമാന കമ്പനികളുടെ നിരക്ക് ഇതിനും മുകളിലാണ്. അതേസമയം മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ മധ്യവേനൽ അവധി കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ മടക്ക ടിക്കറ്റ് നിരക്കുകൾ കുറവാണെന്ന് ട്രാവൽ ഏജൻസികൾ പറയുന്നു. ഇതിനിടെ ഒമാനിൽ നിന്നും കേരള സെക്ടറുകളിലേക്കുള്ള നിരക്കുകൾ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അടുത്ത മാസം ആദ്യത്തോടെ നിരക്കിനിയും കുറഞ്ഞേക്കുമെന്ന് ട്രാവൽ രംഗത്തുള്ളവർ പറയുന്നു. ഡിസംബറിൽ വീണ്ടും നിരക്ക് ഉയർന്നേക്കും. നിലവിൽ കുറഞ്ഞ നിരക്കിൽ ഓഫർ പ്രഖ്യാപിച്ച് ഒമാൻ ബജറ്റ് എയർലൈൻ ആയ സലാം എയറും രംഗത്തുണ്ട്. ഖരീഫ് ആസ്വദിക്കാനെത്തുന്ന സഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് കൂടുതൽ നടപടികളുമായി സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം. ഓരോ പ്രദേശങ്ങളിലും ഒരുക്കിയ സ്റ്റേഷൻ പോയിന്റുകളിലും സിവിൽ ഡിഫൻസ് ആംബുലൻസ് വിഭാഗങ്ങളുടെയും കോൾ സെന്റർ നമ്പറുകൾ പുറത്തുവിട്ടു. ഏത് അടിയന്തര ഘട്ടങ്ങളിലും സഹായങ്ങൾക്കായി ഈ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണെന്ന് അധികൃതർ അറിയിച്ചു. അതേസമയം ഖരീഫ് ആസ്വദിക്കാനെത്തുന്ന സഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് കൂടുതൽ നടപടികളുമായി റോയൽ ഒമാൻ പോലീസും സ്റ്റേഷനുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഓരോ പ്രദേശങ്ങളിലും ഒരുക്കിയ സ്റ്റേഷൻ പോയിന്റുകളിലെയും പോലീസ് സ്റ്റേഷനുകളിലെയും കോൾ സെന്റർ നമ്പറുകൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. ഖരീഫ് സഞ്ചാരികളിൽ അധിക പേരും ദോഫാറിലേക്ക് റോഡ് മാർഗം യാത്ര ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നതെന്ന് ദേശീയ സ്ഥിതിവിവര കേന്ദ്രത്തിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പറയുന്നു. ദോഫാറിലേക്കുള്ള യാത്രയിലും ഗവർണറേറ്റിനകത്തും വാഹനം ഓടിക്കുന്നവർ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണം. തെക്കൻ ബാത്തിന ഗവർണറേറ്റിലെ മുസന്ന വിലായത്തിൽ നിർമ്മാണ സാമഗ്രികളുടെ ഗോഡൌണിൽ തീപിടിച്ചു. ഞായറാഴ്ച രാത്രിയിലാണ് സംഭവം. അപകടത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. സമീപ പ്രദേശങ്ങളിലേക്ക് തീ പടരാതിരിക്കാൻ അഗ്നിശമന സേനയുടെ ഇടപെടൽ ഫലം ചെയ്തു. ചുരുങ്ങിയ സമയം കൊണ്ട് തീ നിയന്ത്രണ വിധേയമാക്കി. സ്ഥാപനത്തിലെ നിരവധി സാധനങ്ങൾ കത്തിനശിച്ചു. വലിയ നാശനഷ്ടം കണക്കാക്കുന്നു. അറബിക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം നാളെ വൈകുന്നേരം മുതൽ വെള്ളിയാഴ്ച വരെ ഒമാനെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. മിക്ക ഗവർണറേറ്റുകളിലും വ്യത്യസ്ത തീവ്രതയുള്ള ഒറ്റപ്പെട്ട മഴ പെയ്തേക്കും. ചില പ്രദേശങ്ങളിൽ ഇടയ്ക്കിടെ ഇടിമിന്നലോട് കൂടിയ മഴയും ഉണ്ടായേക്കാം. വാദികൾ നിറഞ്ഞൊഴുകും. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നാഷണൽ മൾട്ടി ഹസാർഡ്സ് എയർലി വാർണിംഗ് സെന്റർ വ്യക്തമാക്കി. അതേസമയം ഒമാന്റെ വടക്കൻ ഗവർണറേറ്റുകളിലും ദോഫാറിലും കഴിഞ്ഞ ദിവസങ്ങളിൽ വേനൽ മഴ ലഭിച്ചിരുന്നു. കാറ്റിന്റെയും ഇടിയുടെയും അകമ്പടിയോടെയായിരുന്നു മഴയെത്തിയത്. ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും മലമുകളിൽ നിന്നും വെള്ളം കുത്തിയൊലിച്ചു. കനത്ത മഴ ലഭിച്ച പ്രദേശങ്ങളിൽ വാദികൾ നിറഞ്ഞൊഴുകി. അവാബി, ബുറൈമി, നിസ്വ, റുസ്ത, കിബ്രി, ജബൽ അക്തർ, ഹംറ, യങ്കൽ, മുദൈബി, ദോഫർ ഗവർണറേറ്റിന്റെ വിവിധ ഭാഗങ്ങൾ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് വ്യത്യസ്ത ദിവസങ്ങളിലായി മഴ പെയ്തത്. വിവിധ ഭാഗങ്ങളിൽ അന്തരീക്ഷം മേഘാവൃതമായിരുന്നു. തുടർച്ചയായ മഴ ലഭിച്ചയിടങ്ങളിൽ താപനിലയിലും നേരിയ കുറവുണ്ടായിട്ടുണ്ട്. ബദർ അൽ സമ ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസിന്റെ പ്രീമിയം ആശുപത്രിയായ ബദർ അൽ സമ റോയൽ ഹോസ്പിറ്റൽ ഉദ്ഘാടനം ഇന്ന്. ആഡംബരപൂർണവും പ്രശാന്ത സുന്ദരവുമായ അന്തരീക്ഷത്തിൽ ഗുണമേന്മയുള്ള ആരോഗ്യ പരിരക്ഷ നൽകാൻ BRH പൂർണ്ണ സജ്ജമായി. ആരോഗ്യ മന്ത്രാലയത്തിലെ ആസൂത്രണ ആരോഗ്യ സ്ഥാപന അണ്ടർ സെക്രട്ടറി ഡോക്ടർ അഹമ്മദ് സാലിം സെയ്ഫ് അൽ മന്ദാരിയാണ് ആശുപത്രി രാജ്യത്തിന് സമർപ്പിക്കുക. അദ്ദേഹമാണ് മുഖ്യാതിഥിയും. ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ചെയർമാൻ ഫൈസൽ ബിൻ അബ്ദുള്ള അൽ റവാസ് വിശിഷ്ടാതിഥിയാകും. സ്വകാര്യ ആരോഗ്യ സ്ഥാപന ഡയറക്ടർ ജനറൽ ഡോക്ടർ മുഹന്ന ബിൻ നാസർ ബിൻ റാഷിദ് അൽ മുസാലിഹി, ബദർ അൽ സമ ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസ് മാനേജിംഗ് ഡയറക്ടർമാരായ അബ്ദുൽ ലത്തീഫ്, ഡോക്ടർ EP മുഹമ്മദ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ മൊയ്തീൻ ബിലാൽ, ഫിറാത്ത് ഹസൻ, സ്വകാര്യ സർക്കാർ മേഖലയിലെ പ്രമുഖർ, കോർപ്പറേറ്റ് ഇൻഷുറൻസ് കമ്പനികളുടെ ഉന്നത മാനേജ്മെന്റ് പ്രതിനിധികൾ, ബദർ അൽ സമ ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസിലെ മുതിർന്ന മാനേജ്മെന്റ് പ്രതിനിധികൾ, മാധ്യമപ്രവർത്തകർ, പൊതുജനങ്ങൾ ഈ ചരിത്ര നിമിഷത്തിന് സാക്ഷികളാകും. ഉദ്ഘാടനത്തിന് മുന്നോടിയായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഗ്രൂപ്പിന്റെ വിപുലമായ ഈ പദ്ധതി സജ്ജീകരിച്ചതിന് പിന്നിലെ കാഴ്ചപ്പാട് ബദർ അൽ സമ ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസ് MD അബ്ദുൽ ലത്തീഫ് പങ്കുവച്ചു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.